അറിയോ? നീ ഏത് കൂട്ടിനകത്തായാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഒരു വൃതാവായി പറഞ്ഞതല്ല, ഒരു തോന്നലല്ല. ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിനറിയാം. ആത്മാർത്ഥമായി പറയാ, വാക്കു മാറാത്തവൻ നിന്റെ വാപ്പാവുണ്ട്, അവൻ പുനരുത്ഥാനമാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപകളെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹമായി മാറും, അതിന് യാതൊരു സംശയവുമില്ല. ഒട്ടേറെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ഈ ആണ്ടിൽ കർത്താവ് നിങ്ങൾക്ക് ധാരാളം നന്മ തരട്ടെ. ആമേൻ. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് മാനിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കേൾക്കുന്നത് മനുഷ്യൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധി മജ്ജകളെ തുളച്ചകത്തോട്ട് ചെല്ലുവാൻ കഴിവുള്ളതുമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്നും പകൽക്കാലം ഈ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കർത്താവ് ഇതുവരെ നടക്കാത്ത ചില വിഷയങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നടത്തി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വചന ശുശ്രൂഷ നമുക്ക് ശ്രവിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാൻ നമുക്ക് 60-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒരാൾക്ക് വേഗത്തിലൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വേഗത്തിൽ നമുക്കൊന്ന് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷം ആകും. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു. സുപരിചിതമായൊരു വേദഭാഗമാണ് ഇന്ന് പകൽ നമ്മൾ വായിപ്പാൻ ഇടയായി തീരുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവം കൊടുത്ത ഒരു അരുളപ്പാട് പോലെ, അല്ലെങ്കിൽ താൻ പറഞ്ഞ ഒരു ദൈവിക കാര്യം ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. പിശാച തകർത്തു വച്ചതും മാനുഷിക ശക്തികൾ ഉടച്ചു നിർത്തിയതുമായ ചില മേഖലകളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തൊട്ട് പണിയുവാൻ പോവുകയാണ്. തകർച്ച കണ്ട ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിനൊന്ന് പറയാനുണ്ട്. 2020 നിന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റുവാൻ, ഒരു വിടുതലാക്കി മാറ്റുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. ഇന്ന് പകൽ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ദൈവ തേജസ് ഈ വാക്യം വായിച്ചതുപോലെ ഇന്ന് പകൽക്കാല നിന്റെ മേൽ അയക്കുവാൻ സ്വർഗം തയ്യാറാണ്. കർത്താവിന്റെ പക്കൽ അതുണ്ട്. ആശിക്കുന്നവന് വേണ്ടി ചിലത് കൈമാറാൻ ദൈവം ഒരുക്കത്തോടിരിക്കുകയാ. ആശിക്കുന്നവർക്ക് ഇന്ന് പകൽക്കാലം ഇരുട്ടിനെ മാറ്റുവാൻ, ഇരുട്ടിന്റെ അധികാരങ്ങളെ മാറ്റുവാൻ ഒരു ദൈവത്തിന്റെ തേജസ് സ്വർഗം ഇതിനകത്ത് വച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗം അത് കൈമാറാൻ പോവുകയാ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗം അത് ഇറക്കി വിടാൻ പോവുകയാണ്. ആത്മസാന്നിധ്യത്തിന്റെ അളവറ്റ പകർച്ച ഇന്ന് പകൽക്കാലം ഇറങ്ങിയാൽ 2020 നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചത്തിന്റെ വർഷമാകുക, ഒരു തേജസ്സിന്റെ വേദവശമാകുക, ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാകുക. ഇരുട്ടിന്റെ അനുഭവങ്ങൾ നിങ്ങളെ വിട്ട് മാറുന്ന ചില ദിവസങ്ങളായി മാറാൻ പോവുകയാണ്. വേദപുസ്തകം പറയുന്ന യെശയ്യാ പ്രവചനം വായിച്ച വാക്യം ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അല്ലെ, ഈ വാക്യം നമ്മൾ ഒന്ന് ആഴമായിട്ടൊന്ന് ചിന്തിക്കാൻ പോവുക. നമ്മൾ എന്ത് ചെയ്യേണ്ട സമയമായി? എഴുന്നേൽക്കേണ്ട സമയമായി. ഹല്ലേലൂയ. എന്തിനുള്ള എഴുന്നേൽപ്പ്? ഇന്ന് പകൽക്കാലം കർത്താവ് എന്തോ ഒരു പദ്ധതി
ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിയുന്നവർ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെറുതെ അല്ല ദൈവം ഇത് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് ആര് എന്ന് ചോദിച്ചാൽ ആമേൻ താൻ ഒരു രാജകുടുംബത്തിലെ അംഗമാണ്. ആമേൻ രാജാവിൻ്റെ എല്ലാ രാജകൊട്ടാരവുമായി അഭേദ്യമായി ബന്ധമുള്ളൊരു മനുഷ്യനാണ് യെശയ്യാവ് എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ. പുള്ളിക്ക് പ്രത്യേകിച്ച് എഴുന്നേൽക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ എന്തോ പുള്ളിയോട് ദൈവാത്മാവ് സംസാരിച്ചത് അതൊന്നുമല്ല രാജകീയ പദവികളോ രാജകീയ അധികാരങ്ങളോ രാജാവിൻ്റെ സാന്നിധ്യമോ അല്ല. അതിലുപരി നീ കിടക്കുന്ന മേഖല ഇരുട്ട് നിറഞ്ഞ അന്ധകാരങ്ങൾ മൂടിയ ഒരു ലോകത്തിന്റെ ഇടത്താണ്. അതിന്റെ നടുവിൽ നിന്ന് നീ തല പൊക്കണമെങ്കിൽ നിനക്ക് രാജാവിന്റെ ആമേൻ സപ്പോർട്ട് പോരാ. പിന്നെയോ ദൈവത്തിന്റെ തേജസ് വന്നാൽ നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു അനുഗ്രഹമുണ്ട്. നീ ദേശത്ത് ശോഭയുള്ളതായി മാറാൻ പോവുക. ആമേൻ എല്ലാ സൗഭാഗ്യങ്ങളും നന്നായി ഉണ്ടായിരുന്ന യെശയ്യാവിന് പറയാനുണ്ട്, ഞാൻ എഴുന്നേറ്റത് രാജാവ് കൂടെയുള്ളത് കൊണ്ടല്ല, പിന്നെയോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തേജസ് എന്റെ മേൽ വന്നത് കൊണ്ട്. ആമേൻ. രാജാവ് അവൻ കൊട്ടാരവുമായി നല്ല ബന്ധമുണ്ട് യെശയ്യാവിന്. അവൻ താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. തനിക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, നല്ല കുടുംബമുണ്ട്. അവൻ മാത്രമല്ല പണമുണ്ട്, അധികാരങ്ങൾ അവൻ തനിക്ക് തൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്. താൻ പറഞ്ഞാൽ കേൾക്കുന്ന പലരും തനിക്കുണ്ട്. പക്ഷെ എങ്കിലും അവൻ യെശയ്യാവ് പറയുക, ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അവൻ സ്വർഗത്തിലെ ദൈവം എന്നോട് പറയുക, ഇതൊന്നുമല്ല എൻ്റെ വെളിച്ചം, ഇതൊന്നുമല്ല എൻ്റെ തേജസ്. സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞ് അരുളപ്പാട് പോലെ പറഞ്ഞത് ഇങ്ങനെയാണ്, എഴുന്നേറ്റ് പ്രകാശിക്ക, നിനക്കൊരു പ്രകാശം വരുന്നുണ്ട്. ഈ ലോകത്തിൽ നീ കാണുന്ന പണമല്ല നിന്റെ വെളിച്ചം, ഈ ലോകത്തിൽ നീ കാണുന്ന അധികാരങ്ങളല്ല അധികാരികളല്ല നിന്റെ വെളിച്ചം. പിന്നെയോ നിനക്കൊരു വെളിച്ചമുണ്ട്, അത് സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുകയാ. ഇന്ന് പകൽക്കാല ആ ഒരു വെളിപ്പാട് കണ്ട യെശയ്യാവ് പറയുക, എന്റെ വെളിച്ചം ലോകത്തിൽ കാണുന്നവരല്ല, ലോകക്കാരുമല്ല, എന്റെ വെളിച്ചമെന്ന് പറയുന്നത് ഓ യഹോവയുടെ തേജസ്. തേജസ് അനുഭവിച്ച ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇതിനകത്തും ആരൊക്കെ ദൈവം കാണുകയാണ്. ഇന്ന് പകൽ ആ തേജസ്സിന് വേണ്ടി, ആ തേജസ് ഒന്ന് അനുഭവിപ്പാൻ, ആ തേജസ് ഒന്ന് പ്രാപിപ്പാൻ, ആ തേജസ് ഒന്ന് കാണുവാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. ഓ സ്വർഗം പറയുന്നു, ഈ അവസാനത്തെ ഞായറാഴ്ചയിൽ ആത്മാവ് കൈമാറുകയാ ചിലതിനെ തേജസ്സോടെ നിർത്താൻ, ചിലതിന് തേജസ്സോടെ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. ഇരുട്ട് മൂടിയ, തകർച്ച നിറഞ്ഞ, പരാജയങ്ങൾ അനുഭവിച്ച നിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുകയാ ഒരു തേജസ്സോടെ. ആമേൻ. നിന്റെ ദേശത്തെ തല ഉയർത്താൻ. ഈ യെശയ്യാവിനോട് ചോദിച്ച യെശയ്യാവ് പറയും, ആമേൻ, എന്ത് കണ്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പുള്ളി പറയും, എന്ത് കണ്ടിട്ടാന്ന് അറിയത്തില്ല, പക്ഷേ ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. രാജകൊട്ടാരത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്തും ഞാൻ അനുഭവിക്കാത്ത ഒന്ന് യഹോവയിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങി. ആമേൻ. അധികാരങ്ങളും എൻ്റെ കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോ കിട്ടാത്തൊരു മനസ്സമാധാനം ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയപ്പോൾ എനിക്ക് പ്രാപിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, അതുകൊണ്ട് എന്തായിരുന്നു ഈ യെശയ്യാവിന്റെ അവസാനം എന്ന് ചോദിച്ചാൽ, ചരിത്രങ്ങൾ യഹൂദ ചരിത്രം പഠിച്ചാൽ അറിയാം, യെശയ്യാവിന് ആമേൻ തൻ്റെ അവസാനത്തിൽ രാജകീയമായ നിലവാരത്തിൽ ജീവിച്ച യെശയ്യാവിന് അവസാനത്തിൽ ഈ തേജസ് പ്രാപിച്ചപ്പോൾ അവന് ഞാൻ പറയട്ടെ സന്തോഷമല്ല ഉണ്ടായത്, പിന്നെയോ അവന് ദുഃഖത്തിന്റെ അനുഭവങ്ങൾ വന്നു. എന്നാൽ ആ ദുഃഖത്തെ ഈ തേജസ് പ്രാപിച്ച യെശയ്യാവ് മനസ്സിലാക്കി, ഇത് ഈ കഷ്ടം ലഘുവാണ്, ഈ കഷ്ടം എനിക്ക് സാരമില്ല. ഈർച്ചവാളുകൊണ്ട് മരത്തോട് ചേർത്ത് കെട്ടി എന്റെ ശരീരത്തെ 2ആയി കീറുമ്പോൾ യെശയ്യാവിന് പറയാനുണ്ടായിരുന്നു, ഇതിലും വലിയ ഒരു തേജസ് എനിക്ക് വേറെ ലോകത്തിൽ കാണാനില്ലായിരുന്നു. കാരണം യഹോവ എന്റെ മേൽ ഉദിച്ചത് കൊണ്ട് എന്റെ മേൽ ഇറങ്ങി വന്ന തേജസ് അത് നഷ്ടമല്ല, അത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുത്. ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കുക.
ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിഞ്ഞോ? യെശയ്യാവിനെ 2 മരത്തിലേക്ക് വലിച്ചു ചേർത്ത് കെട്ടിയിട്ട് ഈർച്ച വാളുകൊണ്ട് തന്റെ നെടുകെ പിളർക്കുമ്പോഴും അവൻ യെശയ്യാവിന് പറയാനുണ്ടായിരുന്നു, ഇല്ല, എനിക്ക് വിടാൻ കഴിയില്ല. ഞാൻ അറിഞ്ഞൊരു തേജസ് എൻ്റെ മേൽ ഉദിച്ച യഹോവ, എൻ്റെ മേൽ ഉദിച്ച ദൈവ തേജസ് അത് ചെറുതല്ല. അത് യഹോവയുടെ തേജസ്, അത് യഹോവയുടെ തേജസ്. ഒരു ഉദയ സൂര്യന്റെ ശോഭ നിന്റെ മേൽ അടിക്കാൻ പോവുകയാ. തമ്പുരാൻ പറയുക, വെളിച്ചം നിന്റെ മേൽ വരാൻ പോവുക. അവൻ യഹോവ നിന്റെ മേൽ ഉദിക്കാൻ പോവുക. ഇരുട്ട് മൂടി കിടക്കുന്ന കുടുംബം, ഇരുട്ടിനാൽ നിറയപ്പെട്ടിരിക്കുന്ന ജീവിതം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇരുട്ട് മാറ്റാൻ വേറെ ഒരു വഴിയുമില്ല. ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം വന്നേ പറ്റൂ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. എന്താണ് ഈ ഇരുട്ട? യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കണമെങ്കിൽ ഇന്നലെ നീ ഇരുട്ടിലായിരുന്നു എന്നർത്ഥം. ഈ ഇരുട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ, ബൈബിൾ പ്രകാരം ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും, അത് സാത്താന്യ മണ്ഡലങ്ങളെ കുറിക്കുന്നു. പൈശാചിക മേധാവിത്വങ്ങളെയും അന്ധകാര ശക്തികളെയും അവൻ ഊന്നിപ്പറയുക. ഇരുട്ടിന്റെ ശക്തികൾ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ലോകത്തിൽ നീ ജീവിക്കുന്ന സമയം ദേശത്തെ അടക്കി ഭരിക്കുന്ന ഇരുട്ടിന്റെ പല അധികാരങ്ങളും നിന്നെയും കുടുംബത്തെയും നിനക്കുള്ളതിനെയും മൂടി വയ്ക്കുമ്പോ, ഞാൻ പറയട്ടെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ പല നന്മകളും മൂടപ്പെട്ടിരിക്കുമ്പോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലതിനോട് കൈമാറുകയാണ്. ഈ യഹോവ ചിലർക്ക് വേണ്ടി ഊദിക്കാൻ പോവാ. ഊദിക്കാൻ പോവാ. ആ സഹോദരി പിടിച്ചോടെ. ചില സഹോദരിമാർ, ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് കൈമാറുക, യഹോവ നിനക്ക് വേണ്ടി ഉദിക്കാൻ പോവാ. യഹോവ ഉദിക്കും. ബൈബിൾ പറയുന്നു, ഈ അന്ധകാരം ഭൂമിയെയും, 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. എന്ന് പറഞ്ഞാൽ മൂടാൻ ചിലതുണ്ട്, വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു തേജസ്സുണ്ട്. മൂടാൻ ഈ മണ്ഡലത്തിൽ ചിലതൊക്കെ നിന്റെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ പരിശുദ്ധന്മാർ പറയുന്നു, മൂടി വച്ച ചിലതിനെ ഒരു വെല്ലുവിളിയോടെ ദൈവം പറയുക, യെശയ്യാവിനോട് പറയുക, അതിനെ പുറത്തു കൊണ്ടുവരാൻ ഒരു യഹോവയുടെ തേജസ് ഉദിക്കാൻ പോവുകയാ. ഈ പകൽക്കാല നിന്നിലുള്ള പലതിനെയും അവൻ പൈശാചികൻ മൂടി വച്ചിരിക്കുമ്പോൾ ഈ പകല ദൂത സഭയ്ക്ക് കൈമാറുകയാണ്. നിന്നിലുള്ള എന്തൊക്കെയോ ഇരുട്ടുകൊണ്ട് മൂടി വച്ചിരിക്കുമ്പോൾ ആത്മാവ് കൈമാറുക. ഈ അവസാനത്തെ ഞായറാഴ്ചയിൽ തേജസ് വെളിപ്പെട്ട മൂടപ്പെട്ട ചിലത് നിന്നിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയാണോ, നിന്റെ പ്രാർത്ഥനയാണോ, നിന്റെ പാട്ടാണോ, നിന്റെ ആരാധനയാണോ ഇരുട്ട് മൂടിയെങ്കിൽ ഇന്ന് പകൽ ഈ യഹോവ നിന്റെ മേൽ ഉദിച്ചാൽ ഇന്ന് പകൽക്കാലം അത് തേജസ് അടിക്കുമ്പോൾ ചിലത് വെളിവരാൻ പോവുക. ഇന്ന് പകൽക്കാലം ഇരുട്ടിനാൽ മൂടപ്പെട്ട ചിലത് വെളിയിൽ വരികയാണ്. ഇരുട്ടിനാൽ മൂടപ്പെട്ട ചിലത് വെളിയിൽ വരികയാണ്. നിന്നെ അന്ധകാര ശക്തികൾ ഒതുക്കി വെച്ചോ, നിന്നെ പൈശാചിക മണ്ഡലങ്ങൾ ഒതുക്കി വെച്ചോ, നീ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞവർ നിന്നെ പൂട്ടി വെച്ചോ, ആമേൻ, നീ ആരാധിക്കണ്ടെന്ന് പറഞ്ഞ രോഗങ്ങൾ നിന്നെ ഒതുക്കി വെച്ചോ. ഇന്നൊരു തേജസ് അടിക്കും. ഇന്നൊരു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കും. ആമേൻ, നിന്റെ മേൽ ഉദിക്കുക. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകല വെളിച്ചം വീശാൻ പോവുക. ആ വെളിച്ചം ഒന്ന് വീശിയാൽ 2020 നീ തല പുറത്തു കൊണ്ടുവരും. നീ തല പൊക്കി ഉയരും. നിന്റെ ജീവിതത്തെ നീ വെളി കാണിക്കുക. 3.5 വർഷം അടഞ്ഞിരുന്ന ഏലിയാവിനെ പോലെ അല്ല, മറിച്ച് ഏലിയാവിനോട് തമ്പുരാൻ പറയുക, നീ ഒന്ന് വെളിവാ, നീ ഒന്ന് വെളിവാ, എനിക്കിവിടെ ചില പ്രവൃത്തി ചെയ്യാനുണ്ട്, എനിക്കിവിടെ ചില പ്രവൃത്തി ചെയ്യാനുണ്ട്. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഇരുട്ടിന്റെ അകത്ത് കിടക്കുന്ന ചിലതിനോട് ഒരു ദൂതായി കൈമാറുകയാണ്. ചില പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്, ചില പ്രവൃത്തി ദൈവത്തിന് ചെയ്യാനുണ്ട്. ഇരുട്ടിന്റെ അകത്തുനിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഈ വെളിച്ചം നിന്റെ മേൽ വന്നാൽ ആമേൻ, നീ മാനമുള്ളതായി മാറാൻ പോവുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അല്ലെ, വെളിച്ചം നിന്റെ മേൽ വന്നാൽ, ഞാൻ പറയും, ഇരുട്ടിനകത്താണെങ്കിൽ നിന്നെ ആരും കാണില്ല. കാണോ, നമ്മൾ ഇരുട്ടറിഞ്ഞ മുറിക്കകത്ത് കിടന്നാൽ നമ്മളെ ആരും കാണില്ല. മറിച്ച് ആ മുറിക്കകത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ, വെളിച്ചമുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളോട് പറയാം, ഇരുട്ടിനകത്ത് കിടക്കുന്നുണ്ട് പലരെയും കാണാൻ പറ്റാത്ത. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുക, ഇരുട്ടിനകത്തും നിങ്ങളെ മറച്ചിട്ടേക്കുന്നു. നിങ്ങൾ മറഞ്ഞതല്ല, നിങ്ങളെ ഇരുട്ട് മറച്ചതാണ്. നിങ്ങളെ ഇരുട്ട് മറച്ചതാണ്.
ദൈവത്തിന് ആഗ്രഹമുണ്ട് ചില യെശയ്യാവുമാരെ പോലെ വെളിയിലെടുക്കാൻ. ദൈവത്തിന് ഇഷ്ടമുണ്ട് ചില യെശയ്യാവുമാരെ പോലെ പുറത്തു കൊണ്ടുവരാൻ. ഇരുട്ടിനകത്തെ ഇനി മറച്ചു വയ്ക്കത്തില്ല. നിനക്ക് വേണ്ടി ഉദിക്കാൻ ഒരുവൻ തയ്യാറായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആ ഇരുട്ടിന്റെ ദൈർഘ്യം തീരാൻ പോവുക. ആമേൻ. നിനക്കൊരു പ്രഭാതം വെളിപ്പെടാൻ പോവുക. ഒരു തേജസ് നിനക്ക് വേണ്ടി സ്വർഗം ഇറക്കി വിടാൻ പോവുക. എന്തിനാ? നീ വെളിയിൽ വരണമെന്നതാ ദൈവത്തിന്റെ ആവശ്യമാണ്. നീ പുറത്തു വരണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെ ആണെങ്കിൽ ദൈവം നിന്നെ കുറിച്ച് പറയുന്നു, ഇനി നീ അവൻ മറഞ്ഞിരിക്കുന്നവളായിട്ടല്ല, ഇരുട്ടിനാൽ മൂടിയവനായിട്ടല്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുന്നു. നിന്റെ മേൽ ഒരു തേജസ്, ആ തേജസ് നിന്റെ മേൽ ഇടുമ്പോൾ നീ പ്രകാശമുള്ളവനായി മാറട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഈ തേജസ് ചുമ്മാ വരത്തില്ല. വരുമോ? രാവിലെ നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന പോലെ വെറുതെ ഇങ്ങ് വരത്തില്ല. ഇത് വരണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. ആമേൻ. നമ്മൾ കാണിക്കേട്ടെന്ന് പറഞ്ഞ് തേജസ് വരണമെന്നൊന്നുമില്ല. തേജസ് വരണമെങ്കിൽ അല്പ പണിയുണ്ട്. അത് വന്നാ നിന്റെ ഇരുട്ട് മാറും. അത് വന്നാ നിനക്ക് വെളിച്ചം കിട്ടും. അത് വന്നാ നീ രക്ഷപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. അപ്പൊ തേജസ് എങ്ങനെ വരും? ദൈവഭക്തന്മാർ പലരും തേജസ് അനുഭവിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു അനുഭവത്തെ ഞാനങ്ങ് പറയുന്നു. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാനത് അനുഭവിച്ചവനാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അല്ലേ? ഈ തേജസ് നിന്റെ മേൽ വരും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ചുമ്മാതിരുന്നാ വരത്തില്ല. അതിന് സമയം ചെലവിടണം, അതിന് നിന്റെ പ്രയത്നം ചെലവിടണം, അതിന് നീ തയ്യാറാകണം, ഒരുക്കത്തോടെ ഇരിക്കണം. ചില ദിവസങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഞാൻ 40 രാവും 40 പകലും വെള്ളവും ഭക്ഷണവും മാറ്റിയിട്ട പർവ്വതത്തിലേക്ക് കയറിപ്പോയ ഒരു നാൾ എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. പർവ്വതത്തിലേക്ക് കയറിപ്പോയ ആ നാളുകൾ വെള്ളം കുടിച്ചിരുന്നില്ല, ഭക്ഷണം കഴിച്ചിരുന്നില്ല. താൻ ഇരുന്നത് ദൈവത്തോട് കൂടെ മേഘത്തിനകത്ത് പർവ്വതത്തിന്റെ ഉയരത്തിൽ ആ മോശ ആയിരുന്നു. ബൈബിൾ പറയുന്നു, ദൈവം മോശയോട് സംസാരിക്കാനിടയായിത്തീർന്നു. മുഖം കണ്ടില്ല എങ്കിലും ആ ശബ്ദം നന്നായി അവൻ കേൾക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ശബ്ദത്തെ നന്നായി ശ്രദ്ധിച്ച മോശയ്ക്ക് മനസ്സിലായി, ഈ പർവ്വതത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എന്നെ വിളിച്ചവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ ശബ്ദം കേട്ട മോശയ്ക്ക് മനസ്സിലായി, ആമേൻ, ഞാൻ ഇവിടെ ഒരു 40 നാളങ്ങിരിക്കുകയാ. ഇന്നു പകൽക്കാലം ഞാൻ ഒന്നുകൂടെ കയറി പറയട്ടെ, ആമേൻ, ദൈവ ശബ്ദം കേട്ടെങ്കിൽ നിനക്ക് ഉറപ്പിക്കാം, അവിടെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. തമ്പുരാൻ ഇറങ്ങി വന്നൊരു സ്ഥലം നീ മനസ്സിലാക്കിയാൽ, ആ ഒരു സാന്നിധ്യം അനുഭവിക്കുന്ന ഇടത്ത്, ആമേൻ, നീ പെട്ടെന്ന് ഇറങ്ങി വെളി പോരരുത്. ഒന്നിരിക്കാൻ തയ്യാറായാൽ മോശ പറയും, ഇതുവരെ അറിയാത്ത തേജസ് എൻ്റെ ശരീരത്തിലേക്ക് പറ്റി പിടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഇതിനകത്തും ഞാൻ പറയാ, ചിലപ്പോൾ അത് സഭയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്തായിരിക്കാം. നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നതോടൊപ്പം ഒന്നടുത്തിരിക്കാൻ തയ്യാറായാൽ ആ സാന്നിധ്യം നിന്റെ ശരീരത്തിലേക്ക് ചലിക്കാൻ തുടങ്ങുക. ആ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയാൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, ആ ഒരു തേജസ് നിന്നെ മൂടാൻ തുടങ്ങും. ആ മേഘം മോശയെ മൂടി, അതിനകത്തവന്റെ ത്വക്കിന്മേൽ ചിലത് ചലിച്ചതുപോലെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ തേജസ് നിനക്ക് വേണ്ടി ഉദിച്ചാൽ അത് നിന്നെ ചലിക്കാൻ തുടങ്ങും. ആമേൻ. മോശ പറഞ്ഞു, 40 രാവും 40 പകലും ഞാൻ ഉയരത്തിലുണ്ടായിരുന്നു. ആ 40 പകലും 40 രാവും ഞാൻ ഉയരത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ അറിയാത്തൊരു മഹത്വം
പറയുന്നു, ഞാൻ അറിയാത്തൊരു തേജസ് ഇതുവരെ ഞാൻ ദർശിക്കാത്തതാ എൻ്റെ ശരീരത്തിന്റെ ത്വക്കിൽ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽ വിളിച്ചു പറയാ, മണിക്കൂറുകളോ ദിവസങ്ങളോ ദൈവസന്നിധിയിൽ അടുത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ കൈമാറുന്നതല്ല, മറിച്ച് സ്വർഗം കൈമാറുന്ന ഒന്ന് നിന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ തുടങ്ങുക, നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങുക. ആ തേജസ്, യഹോവയുടെ തേജസ് മോശയുടെ വസ്ത്രത്തിൽ, മോശയുടെ ശരീരത്തിൽ, അവന്റെ ത്വക്കില് വെളിപ്പെട്ടപ്പോൾ ബൈബിൾ പറയുന്നു, അവന്റെ ത്വക്ക് തിളങ്ങുന്ന പ്രകാശമുള്ള അനുഭവത്തിലേക്ക് മാറിയെങ്കിൽ ഈ പകൽക്കാലം വിളിച്ചു പറയാ, ഇതിനകത്ത് കർത്താവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആ തേജസ് ചിലതിനു വേണ്ടി ഇന്ന് പകൽ സ്വർഗം കൈമാറാൻ പോവുക. പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തിനറിയാം, പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിനറിയാം, ദൈവം അത് കൈമാറും. പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിനറിയാം, ദൈവം അത് കൊടുക്കാം. പ്രാർത്ഥിക്കുന്നവരെ ദൈവത്തിനറിയാം, ഇരിക്കുന്നവരെ ദൈവത്തിനറിയാം, ദൈവം അത് കൈമാറും. ഇന്ന് പകൽ തേജസ് നിന്റെ മേൽ ഉദിക്കട്ടെ. ആമേൻ. അത് വെറുതെ കിട്ടത്തില്ല. നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ, ഉപവസിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ, കരയാനും പ്രാർത്ഥിപ്പാനും താല്പര്യമുണ്ടെങ്കിൽ, എല്ലാം മാറ്റിവെച്ച് ദൈവത്തോട് കൂടെ ഇരിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് ചോദിച്ചതല്ല, ചോദിക്കാതെ തന്നെ ആ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരാം. ആ തേജസ് നിന്റെ മേൽ ഇറങ്ങി വരാം. ആ തേജസ് നിന്റെ മേൽ വെളിപ്പെടാം. ഈ തേജസ് നിന്റെ മേൽ വന്നാൽ നീ ജാതികളുടെ നടുവിൽ ഒരു പ്രകാശമാകാൻ പോവുകയാ. ഓ, കുടുംബങ്ങളുടെ ഇടയിൽ നീ ഒരു പ്രകാശമുള്ളവനായി മാറാൻ പോവുക. ഓ, നിന്നെ നിന്ദിച്ചവരും പിറുപിറുത്തവരും പരിഹസിച്ചവരുടെ നടുവിൽ നീ തേജസ്സുള്ളവളായി മാറാൻ പോവുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ആമേൻ. ഇത് മാനുഷികമല്ല, ഇത് മാനുഷികമല്ല. നീ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോൾ അപ്പനമ്മ അറിയാതെ, മക്കൾ അറിയാതെ, കൂടെ പിറപ്പറിയാതെ നിനക്ക് വേണ്ടി സ്വർഗം തരുന്ന ഈ തേജസ്സിന്റെ സാന്നിധ്യം. മോശയ്ക്ക് പറയാനുണ്ട്, 40 രാവും 40 പകലും ഞാൻ മുകളിലിരുന്നപ്പോ, 40 രാവും 40 പകലും ഞാൻ മുകളിലിരുന്നപ്പോ പർവ്വതത്തിന്റെ മുകളിൽ എന്നോട് സംസാരിക്കാൻ വന്നത് ഒരു മനുഷ്യനല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവമായിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുന്ന ആ നാളുകൾ ഞാൻ താണ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മോശ അറിഞ്ഞില്ല, മോശയുടെ ശരീരത്തിൽ യഹോവ ഉദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യഹോവ വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ, നീ ദൈവസന്നിധിയിൽ അവൻ ഇരിക്കുമെങ്കിൽ, ഞാൻ പറയാ, തമ്പുരാന്റെ തേജസ് നിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. സംശയമുണ്ടോ നിങ്ങൾക്ക്? അവർ വചനം ഒന്ന് വായിച്ചു നോക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 34-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. പുറപ്പാടിന്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാം. അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. അടുത്ത വാക്യം കൂടെ. അവൻ തന്നോട് അരുളി ചെയ്തത് നിമിത്തം തൻ്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ അറിഞ്ഞില്ല. അടുത്ത വാക്യം. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. കരമുയർത്തി ഹല്ലേലൂയ. നിങ്ങൾ വചനം ശ്രദ്ധിച്ചൊന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 40 രാവും 40 പകലും ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മോശ ദൈവത്തിന്റെ പർവ്വതമായ സീനായി മലയിൽ അവൻ കയറി ഇരുന്നിട്ടാ സാക്ഷ്യത്തിന്റെ പലക രണ്ടും പിടിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ താൻ അറിഞ്ഞില്ല ഒരു തേജസ് തന്റെ മുഖത്ത് കിടക്കുക. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈർഘ്യമേറിയ പ്രാർത്ഥനകളുണ്ടല്ലോ, ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ, അത് വെറുതെയല്ല. നീ അത് അനുഭവിച്ചിട്ട് പുറത്തിറങ്ങിയാൽ നിനക്കറിയില്ല, നിന്നെ കാണുന്നവർക്കും മനസ്സിലാകുക നിന്റെ മേൽ യഹോവയുടെ തേജസ് വെളിപ്പെട്ടെന്ന്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബൈബിൾ പറയുന്നു, അവൻ അഹരോനും ഇസ്രായേൽ മക്കളും ഇവനെ കണ്ടിട്ട് മുഖം മൂടി
തള്ളിക്കളഞ്ഞു. കാരണം അവനെ നോക്കുവാൻ അവർക്ക് ഭയം. ഒരു സൂര്യനെ പോലെ മോശയുടെ ത്വക്ക്, മോശയുടെ മുഖം അവൻ തേജസ്സോടെ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ആമേൻ, യഹോവ ഉദിച്ചാൽ അത് ഇങ്ങനെയാണ്. 600,000 പേരുടെയും കണ്ണുമങ്ങുന്ന തരത്തിൽ മോശയുടെ മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ ഈ യഹോവയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കള് ഒരു തേജസ് നിന്റെ മേൽ ഉദിക്കാൻ സമയമായി. നിനക്ക് എഴുന്നേൽക്കേണ്ട സമയം. ഒരു പ്രവൃത്തിക്ക് വേണ്ട ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുകയാ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ വചനം നിങ്ങൾ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബലഹീനർ ഈ വചനം കേട്ടിട്ടുണ്ട്, തകർന്നിരിക്കുന്നവർ ഈ വചനം കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളെ സ്പർശിക്കാൻ പോവുക. വചനത്തിലൂടെയുള്ള ദൈവശക്തി നിങ്ങൾക്കൊരു വിടുതൽ കൈമാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വചനത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെ ഇന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുമ്പോൾ കുടുംബത്തിന്റെ മുൻപിൽ കിടക്കുന്ന സകല തടങ്കൽ പാറകളെയും അത് എടുത്തു മാറ്റാൻ പോവുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാമോ? രോഗികളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ രോഗമുള്ളിടത്ത് നിങ്ങളെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറാൻ പോവുകയാണ്. അവൻ പൈശാചിക മണ്ഡലങ്ങളുടെ ആധിപത്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറാൻ പോവുകയാണ്. എന്നോടൊപ്പം ചേർന്ന് കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഈ പകൽക്കാലം ഞങ്ങളുടെ നടുവിൽ ചലിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വം മക്കളുടെ മേൽ പരിവർത്തിക്കണം. എല്ലാവരും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തരുത്. അതുപോലെ കർത്താവെ, ഈ ശബ്ദം ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ ഇടങ്ങളിൽ നിന്ന് ജനം ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്കെല്ലാം വിടുതൽ സംഭവിക്കട്ടെ. ആമേൻ. എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, തകർന്നിരിക്കുന്ന ബിസിനസ്സുകൾ ആമേൻ കർത്താവെ ഇത് പുനരാരംഭിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുക 2021 വർഷത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അതാ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, ഇമെയിൽ ഉണ്ട്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മെയിൽ ചെയ്യാം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതോടൊപ്പം ഞങ്ങളുടെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി അത് ഞങ്ങളെ അറിയിക്കുക. ആമേൻ. അത് സ്പോൺസർ ചെയ്യുക. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.